ജർമ്മനിയിൽ ഞാൻ താമസിക്കുന്ന വില്ലേജിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തടി മുറിക്കുന്ന പരിപാടിയാണ് ഇന്ന് നമ്മുടെ പരിപാടി. വിൻ്റർ വരെയല്ലേ, അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷനാണ് ഇതെല്ലാം. ഫയർവുഡ് പ്രിപ്പറേഷൻ. പലതരത്തിലുള്ള ഹീറ്റിംഗ് സിസ്റ്റം ജർമ്മനിയിൽ അവൈലബിൾ ആണെങ്കിലും ഇപ്പോഴും ഒരുപാട് വില്ലേജസ് ഇവിടെ തടി കത്തിച്ച് വീട് ചൂടാക്കാറുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഫയർ പ്ലേസിൻ്റെ അടുത്തിരുന്നിട്ട് അത് കത്തുന്ന ആ സ്വരവും ആ മണവും ആ ചൂടുമെല്ലാം ഒരുമിച്ചിരുന്ന് അനുഭവിക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഈ ചെറു തണുപ്പത്ത് ഈ ഗ്രാമത്തിൻ്റെതായ ഈ വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ ചെയ്യാൻ നല്ല രസമാണ്. നമ്മളിവിടെ ട്രാക്ടറിൻ്റെ ബാക്കിൽ കട്ടിംഗ് മെഷീൻ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ തടിയൊക്കെ മുറിച്ച് മാറ്റുന്നത്. ഒരു 5 മണിക്കൂർ കൊണ്ട് ഒരു ലോഡ് തടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. വിൻ്റർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആളുകൾ വുഡ് ശേഖരിച്ച് ഉണക്കി അത് വെട്ടിവെക്കും. പിന്നെ വിൻ്റർ ആകുമ്പോൾ അതെടുത്തിട്ട് വീട്ടിൽ ഉപയോഗിക്കും. ഈ ഫയർ പ്ലേസിൽ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരങ്ങളെല്ലാം 2-3 വർഷം മുന്നേ തന്നെ വെട്ടി വെച്ചിരിക്കുന്ന മരങ്ങളായിരിക്കും. ഇന്നത്തെ തടി കട്ടിങ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരു ലോഡ് തടി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രാക്ടറിൻ്റെ ബാക്കിലെ കട്ടിംഗ് മെഷീൻ ഡിസെൻഗേജ് ചെയ്തിട്ട് ട്രെയിലർ ഘടിപ്പിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് നമ്മൾ ഇതെല്ലാം ഷെഡിൽ ശേഖരിച്ച് വെക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.